നമസ്കാരം, G5 വാട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് തംബ്നെയിലിൽ കണ്ടതുപോലെ ടൊമാറ്റോ എങ്ങനെയാണ് കളർ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അതിൽ ഞാൻ ഓയിൽ പേസ്റ്റിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളർ പെൻസിലാണ് കുറച്ചുകൂടെ ഭംഗി വരയ്ക്കുന്നത്, കാണാൻ കുറച്ചുകൂടെ ഭംഗി കളർ പെൻസിലായിരിക്കും. എന്നാലും ഞാനിന്ന് ഓയിൽ പേസ്റ്റിൽ വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ 3 കളർ മാത്രമാണ് നമ്മൾ ടൊമാറ്റോ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം യെല്ലോ, ഇത്രയും സ്ഥലത്ത് മാത്രം യെല്ലോ കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് ഓറഞ്ചാണ് എടുക്കുന്നത്. ഓറഞ്ചും അതിൻ്റെ പുറത്തുകൂടെ ചേർത്ത് ചെയ്തിട്ടാണ് പിന്നെ അടുത്തോട്ട് വരുന്നത്. ഒരു സൈഡ് മാത്രം അടിച്ച് വിടരുത്, യെല്ലോയുടെ പുറത്തുകൂടെ കുറച്ച് കൊടുക്കണം. എന്നാലേ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരുമിച്ച് ലയിച്ച് വരത്തുള്ളേ. ഇല്ലെങ്കിൽ അത് പ്രത്യേകം 3 കളർ 3ആയിട്ട് നിൽക്കരുത്. ഒരു കളർ ചെയ്യുന്നതിൻ്റെ പുറത്തുകൂടെ തന്നെ അടുത്ത കളറും കൂടെ ഇങ്ങനെ ചെയ്താലേ അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. 3 കളറായിട്ട് ഇരിക്കരുത് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റൗണ്ടായിട്ട് തന്നെ കളർ ചെയ്യണം കേട്ടോ. നമ്മൾ ഏത് രീതിയിലാണോ അത് വരച്ച് പിക്ചർ ഏത് രീതിയിലാണോ, റൗണ്ട് പിക്ചറാണെങ്കിൽ റൗണ്ടായിട്ട് തന്നെ കളർ ചെയ്യണം. ചുമ്മാ സ്ട്രെയിറ്റായിട്ട് വെർട്ടിക്കലായിട്ടൊന്നും ചെയ്യാതെ. ഇതിപ്പോൾ ബഡ്സ് വെച്ചിട്ട് ഞാൻ അതിന് ബ്ലെൻഡ് ചെയ്യുകയാണ്. കോട്ടൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പിന്നെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഇത് ഞാൻ ചെറിയ ഒരു പിക്ചർ ആയതുകൊണ്ട് ബഡ്സ് യൂസ് ചെയ്യണം. മനസ്സിലായോ? ഇതുമാതിരി ബ്ലെൻഡ് ചെയ്യണം. അതൊക്കെ സാവധാനം ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ചെറിയ ഒരു പച്ച ഒരു ടൊമാറ്റോയും കൂടെ ഉണ്ട്. യെല്ലോയും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ മിക്സ് ചെയ്താണ് അത് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫുൾ പിക്ചർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ പെൻസിൽ വെച്ചെല്ലാം കൊടുത്താൽ മതി കേട്ടോ.